ചലച്ചിത്രമേളയെ പറ്റി ഏതൊക്കെ സിനിമകൾ നമസ്കാരം. എന്താണ് 2 വർഷമായി എന്തുണ്ട്? ഓ ഞാൻ ഇവിടെ IFK വരാൻ പറ്റാത്തതുകൊണ്ട് പരീക്ഷ ആയതുകൊണ്ട് വികാരമായി സങ്കടപ്പെട്ട് എന്നെ നമസ്കാരം. 30ാമത് IFFK തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ കാഴ്ചകളൊക്കെയും IFFKയുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ എൻ്റെ 2ാമത്തെ ഫിലിം ഫെസ്റ്റിവലാണ് കാണാൻ പോകുന്നത്. സൂപ്പർ എക്സൈറ്റഡ്. സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എല്ലാവരും എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാർണിവലാണ് IFFK എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാനും സുഹൈനും മാത്രമാണ് ഇറങ്ങുന്നത്. നമ്മളോടൊപ്പം കൊല്ലത്ത് 2-3 പേര് കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അതാരൊക്കെയാണെന്നുള്ളത് വഴിയെ നമുക്ക് കാണാം. അപ്പോൾ വർത്തമാനം പറഞ്ഞ് കാഴ്ചകൾ കണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ടാഗോർ പോയിട്ട് ഇതൊക്കെ പിക്ക് ചെയ്തിരുന്നു. ഇതാണ് നമ്മുടെ പാസ്. ഇത് ഇന്നാണ് നമുക്ക് തിയേറ്ററിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. ഇവിടെ IFK വരാൻ പറ്റാത്തതുകൊണ്ട് പരീക്ഷ ആയതുകൊണ്ട് വികാരമായി സങ്കടപ്പെട്ട് എന്നെ ഹരിപടയിരിപ്പുണ്ട്. ഞങ്ങൾ സിനിമ കണ്ടിട്ട് വരാം കേട്ടോ. പാവത്തിന് പരീക്ഷയാണ്. ഓക്കെ, അപ്പൊ എന്നാലും നമുക്ക് യാത്ര തുടരാം. അത് അമ്മയുടെ ഒരു സന്തോഷമാണ്. യാത്ര പോകുന്നതിന് മുമ്പ് ഒരു ചന്ദനക്കുറി ഇടുക എന്ന് പറയുന്നത് അമ്മയ്ക്ക് നിർബന്ധമായ കാര്യമാണ്. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി. നമ്മള് പതിയെ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഇനി നമ്മളെ പാത്തുണ്ട്. പത്തു സാഗറൊക്കെ വരാനുണ്ട്. നമ്മളവിടെ പിക്കാൻ വേണ്ടി പോവാണ്. നമ്മളോടൊപ്പം മേവറമായി നമ്മളോടൊപ്പം നിഖിൽ ജോയിൻ ചെയ്തു, സാഗർ ജോയിൻ ചെയ്തു, ഫാത്തിമ ജോയിൻ ചെയ്തു. നിഖിലൊരു ഹായ് പറ, സാഗർ ഹായ് പറ, ഫാത്തിമ. ഓക്കെ, നമ്മളിന്ന് ആക്ച്വലി 2 സിനിമകളാണ് കാണുന്നത്. ആദ്യത്തെ ഏരീസില് നമ്മൾ കാണുന്ന സിനിമ ഏതാ? യങ് ഹാർട്സ് എന്ന് പറഞ്ഞൊരു മൂവിയാണ്. സിനിമ 3ാമത്തേത് ശ്രീനാണ്. ടു എ ലാൻഡ് അൺനോൺ എന്ന് പറയുന്ന മൂവിയാണ്. എന്തായാലും നമുക്ക് കൂടുതൽ സിനിമയുടെ വിശദാംശങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. സിനിമ കാണുക എന്നതാണ്. കാരണം ഇത്തരം ക്ലാസിക് മൂവീസ്, സമാന്തര സിനിമകൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനോട് ആക്ച്വലി വലിയ യോജിപ്പുള്ള ഒരാളല്ല. ഇത്തരം ക്ലാസ് മൂവികൾ കാണുക, ആസ്വദിക്കുക എന്നൊന്നാണ്. സോ സിനിമകൾ കണ്ട ശേഷം ഒരു ഫെസ്റ്റിവൽ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുക എന്നതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഡിസേബിളായ നമ്മുടെ മറ്റു സുഹൃത്തുക്കൾക്കും നാളെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും എന്നൊരു ചിന്ത അവനുണ്ടാക്കുക എന്നതുകൂടി നമുക്ക് ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ഇത്തരം സ്പേസുകളിലേക്ക് ഇപ്പോൾ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയാലും സിനിമ കാർണിവലുകളായാലും പോകുന്ന സമയത്ത് ഡിസേബിൾഡായ ആളുകളുടെ ഒരു പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. അവർക്ക് പലപ്പോഴും അവിടെ എത്തിച്ചേരാനുള്ള ഒരു സൗകര്യമില്ലായ്മ, നിങ്ങൾ അവിടെ എത്തിയാൽ ഇത്തരം സംവിധാനങ്ങൾ ആക്സസിബിളാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. പേര് വലിയോടുകൂടി ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ചിട്ടുള്ള ചിന്ത, അത്ര ഒരു ആശങ്ക മാറുമെന്ന പ്രതീക്ഷ നമുക്കുണ്ട്.
എന്തായാലും കാഴ്ചകളിലോട്ട് നമുക്ക് പോകാം. ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. രാവിലത്തെ ഭക്ഷണം എന്താണ്? ഇലയത്തിന്റെ ശേഷമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. ഓക്കെ, 2 മണിക്കൂർ നീണ്ട യാത്രയൊടുവിൽ നമ്മുടെ തിരുവനന്തപുരം പട്ടണത്തിൽ ഇനി ആദ്യത്തെ സിനിമ കാണാൻ പോകുന്ന ഏരീസ് ബസ്സിലേക്ക്. എത്ര കിലോമീറ്റർ ഉണ്ട് നിങ്ങളെ? എത്ര മിനിറ്റ് യാത്ര ചെയ്യണം? 16 മിനിറ്റ്. ഏരീസിലെത്തി. ഞാൻ ആദ്യമായിട്ടാണ് ഏരീസിലെത്തിയത്. നമുക്ക് ഇവിടുത്തെ സംവിധാനങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കാം. ഓക്കെ, നമ്മള് ഏരീസ് ബസ്സിലെത്തി. ഏരീസ് ബസ്സിന്റെ കാർ പാർക്കിംഗ് ഏരിയയാണ്. പതിയെ നമ്മള് സിനിമ കാണാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ ഒന്ന് ബാഗ് പിടിക്കൂ. പാർട്ടിയുടെ കൈ ഇരിക്കുന്നില്ല, വെച്ചത് ബാഗ് പിടിച്ചു. പൊതുവെ ഇരിക്കുന്ന പാർട്ടിക്ക് അധികം ആരോഗ്യമില്ലാത്തത് കൊണ്ട് എനിക്ക് അത്ര വിശ്വാസമില്ല. ഒരു ചെറിയൊരു ഹമ്പുണ്ട്. ഹമ്പ് കയറി നമ്മുടെ ഏരീസിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഏരീസ് വരുന്നത്. ഏകദേശം 8 സ്ക്രീനുകളായിട്ടാണ് IFFK ഷോ ചെയ്യുന്നത്. അതിൽ 2 ഇന്ന് സിനിമ കാണാൻ നമ്മൾ പോകുന്നത്. അതുപോലെ കോഴിക്കോടായിരുന്നു IFFKയുടെ ആദ്യത്തെ രൂപം ഉണ്ടായത്. ലോകത്ത് തന്നെ ഏറ്റവും അധികം ആളുകൾ പങ്കെടുക്കുന്ന പബ്ലിക് അറ്റൻഷൻ ഉള്ള പബ്ലിക് ഇടപെടലുള്ള ഒരു ഫിലിം കാർണിവൽ അല്ലെങ്കിൽ ഫിലിം ഫെസ്റ്റിവലാണ് കേരള ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എൻ്റെ 2ാമത്തെ ഫിലിം ഫെസ്റ്റിവലാണ്. സിനിമ വളരെ ആകാംക്ഷയോടെ കാണുന്ന ഒരാളായതുകൊണ്ട്, സിനിമ അത്രയും ഇഷ്ടത്തോടെ കാണുന്ന ഒരാളായതുകൊണ്ട്, സിനിമ അത്രയും എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒന്നാണ് എന്നെ എന്നുള്ളതുകൊണ്ടാണ് ചെയ്യുന്നതും ഈ ഫിലിം ഫെസ്റ്റിവൽ കാണാൻ എത്തുന്നത്. ഹായ് മുത്തേ, അറിയോ എന്താണ് മുത്തേ? കഴിഞ്ഞ IFFK കഴിഞ്ഞപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചില്ലയോ എന്താ വരാനെന്ന്? ഞാൻ സിനിമ തന്നെ വന്ന നമ്മുടെ സുഹൃത്തായ യാസിൻ ആണ് കണ്ടത്. കഴിഞ്ഞ എൻ്റെ 2 വർഷം KNF വെച്ച് കണ്ട പരിചയമാണ് യാസിനായിട്ട്. അതിൻ്റെ IFFK കണ്ടപ്പോൾ യാസിൻ നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു, വിളിക്കാൻ എന്താണെന്ന് ചോദിച്ചത്. അപ്പൊ എന്നാലും നമ്മൾ തിയേറ്ററിനകത്തേക്ക് കയറാൻ പോവാണ്. കഴിഞ്ഞ വർഷം IFFK വന്ന സമയത്ത് 2 സിനിമകളാണ് ഞാൻ കണ്ടത്. അന്ന് ഏരീസിൽ ഞാൻ വന്നിരുന്നില്ല. അന്ന് പോയി നിന്നത് കലാഭവനായിരുന്നു. വളരെ സൗഹൃദപരമായ സമീപനമാണ് അന്ന് അവിടുത്തെ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏരീസിലും അങ്ങനെ തന്നെയായിരുന്നു. വളരെ സന്തോഷത്തോടെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും നമ്മൾ സ്വീകരിച്ചത്. കലാഭവന് പിന്നെ കുറച്ച് ആക്സസിബിലിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമ്മൾ അതിനകത്ത് കേസുമൊക്കെ കൊടുത്തിരുന്നു. പിന്നെ ഏരീസിൽ നമ്മൾ സ്ക്രീൻ 1ലേക്ക് പോവാണ്. ലിഫ്റ്റ് കയറി. നല്ല ക്രൗഡുണ്ട് കേട്ടോ, അത്യാവശ്യം. നല്ല റിവ്യൂള്ള മൂവി ആയതുകൊണ്ടാകാം ഇത്രയും തിരക്ക്. എന്തായാലും സിനിമ കണ്ടിട്ട് ബാക്കി നമുക്കൊന്ന് എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. ഓക്കെ, 3 തരം ആളുകളാണ് IFFK പൊതുവെ വരുന്നത്. ഒന്ന്, സിനിമയെ വളരെ ഗൗരവത്തോടെ സമീപിക്കുകയും സിനിമ നിരൂപണം ചെയ്യുകയും ചെയ്യുന്ന ക്ലാസിക് എന്ന് പറയുന്ന സിനിമ ആസ്വാദകർ. 2ാമത്തേത് എന്നെപ്പോലെയുള്ള സിനിമ ഇഷ്ടപ്പെടുന്ന, ഒരുപാട് ഇൻ്റലക്ച്വലായി സിനിമയെ സമീപിക്കാതെ എല്ലാത്തരം സിനിമകളും കാണുന്ന സാധാരണക്കാർ. 3ാമത്തേത് വൈബ് അടിക്കാൻ വരുന്ന കാറ്റഗറി എന്ന് പറയും. ഭയങ്കര ഇവിടെ വരുന്ന മനുഷ്യന്മാരൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. IFFKയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ വൻ ജനപങ്കാളിത്തമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതേ, മറ്റ് ഒരു
സിനിമ ഫെസ്റ്റിവലുകൾക്കും ലോകത്തിൽ വേറെ ഒരു സിനിമ ഫെസ്റ്റിവലുകൾക്കും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് IFFKയിൽ നമുക്ക് ഇത് കാണാൻ കഴിയുന്നത്. നമ്മൾ തിയേറ്ററിലേക്ക് പോവുകയാണ്. തിയേറ്ററിലേക്ക് പോകുന്ന സമയത്ത് ശരിക്കും ഒന്നാമത്തെ സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ് ഉണ്ടായത്. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞ ഒരു കൾച്ചറൽ ഫെസ്റ്റിവലിൽ നിങ്ങൾ ഇൻക്ലൂസീവ് ആകേണ്ട കൾച്ചറൽ ഫെസ്റ്റിവലിൽ സിനിമ കാണുന്നുണ്ട്. തിയേറ്ററിൻ്റെ മുൻപിൽ വരെ റാമ്പ് സൗകര്യം ഉണ്ടായിട്ട് തിയേറ്ററിനകത്തേക്ക് കയറാൻ നേരത്ത് അവിടെ 2 സ്റ്റെപ്പ് എന്നെ കൊണ്ടുപോകാൻ കുറേ ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ട്, കുട്ടികൾ ഉണ്ടായിരുന്നത് കൊണ്ട് സ്റ്റെപ്പുകളൊക്കെ എടുത്ത് കയറ്റിയാണ് അവർ കൊണ്ടുപോയത്. ശരിക്കും പറഞ്ഞാൽ അമച്ചറായിട്ട് ഇത്തരം കാര്യങ്ങൾ സമീപിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ എന്തിനോ വേണ്ടിയിട്ട് എന്തോ ചെയ്തു വെക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഇതൊക്കെ. കഴിഞ്ഞ വർഷം കലാഭവനും സമാന അനുഭവം എന്നൊരു കേസ് കുട്ടികളുടെ കേസത്തിൽ നടക്കുന്നുണ്ട്. ഇതിനെ ഒരു പ്രഹസനം എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. കാരണം ഞാൻ പറയുന്നുണ്ട് അവിടെ ഇത്രയും സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു, പക്ഷെ 2 സ്റ്റെപ്പ് അവിടെ ഉണ്ട് എന്നൊരു പൊതുവെ ദോഷം വന്നാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് സിനിമയിലേക്ക് വരാം. ദ യങ് ഹാർട്സ് എന്ന് പറയുന്ന മനോഹരമായ ഒരു സിനിമയാണ്. 2 കുട്ടികൾ അവരുടെ സെക്ഷൽ ഐഡന്റിറ്റി കണ്ടെത്തുന്നതും അത് തിരിച്ചറിയുന്നതുമാണ് ഈ സിനിമ കൺവേ ചെയ്യുന്ന ഒന്നെന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒന്നാണ് അവൻ്റെ സെക്ഷൽ ഐഡന്റിറ്റി കണ്ടെത്തുക എന്നുള്ളത്. പലപ്പോഴും അതൊരു വല്ലാതൊരു സഫക്കേഷനിലേക്ക്, ഒരു സഫറിങ്ങിലേക്ക് ഒക്കെ നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ്. ഈ സിനിമയിൽ ഏരിയാസിലൂടെ അവൻ്റെ മുത്തശ്ശൻ പറയുന്നൊരു വാചകമുണ്ട്, ഫോളോ യുവർ ഹാർട്ട്. ആ ഒറ്റ വാക്കാണ് ഏരിയാസിനെ അവൻ ഒരു രസാന്തരമായി ഞാൻ പ്രണയത്തിനാണ് എന്ന് അവൻ്റെ അമ്മയോട് അവൻ്റെ വീട്ടിൽ ഓരോരുത്തരോടും പറയാൻ ധൈര്യം കൊടുക്കുന്നു. അത്തരം ചില പിന്തുണകൾ നമ്മുടെ ഈ സമൂഹത്തിലെ എന്താ പറയുക, ലെസ്ബിയൻ പ്രണയം, പ്രണയം എന്നൊക്കെ പറയുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആവശ്യമാണ്. വളരെ മനോഹരമായ സിനിമ. കുടുംബ ബന്ധങ്ങളെ, അമ്മയും മകനുമായിട്ടുള്ള ബന്ധം, അച്ഛനും മകനുമായിട്ടുള്ള ബന്ധം, സഹോദരൻ നമ്മളുടെ ബന്ധം, മുത്തശ്ശനും കൊച്ചുകുമ്പനുമായിട്ടുള്ള ബന്ധം, അങ്ങനെ ഓരോന്നും വളരെ ഭംഗിയായി അത് സിമ്പിളായി ഈ സിനിമ പറയുന്നുണ്ട്. ഒരു സ്വർഗാനുരാഗ എന്നൊരു കാറ്റഗറിയിൽ എടുക്കാമെങ്കിൽ പോലും 3 വാമസ് കഥകൾ പോലെ ലൈംഗികതയുടെ അമിത പ്രസരമില്ലാതെ ഭംഗിയായി കുട്ടിയെടുത്ത ഒരു പ്രമേയ കഥ എന്നതും അവൻ്റെ സെക്ഷൽ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞൊരു സിനിമയെ പറയാം. ഒരു മനോഹരമായ സിനിമ. ഷഹീദിന്റെ സുഹൃത്ത് ഞാൻ പാത്തുമ്മയ്ക്കാണ് കൊടുക്കുന്നത്. പാത്തുമാണ് ഈ സിനിമ സജസ്റ്റ് ചെയ്തത്. ചുമ്മാതെ വിളിച്ച് എത്തിയതാട്ടോ, കാര്യമൊന്നുമില്ല. പക്ഷേ സുഹൃത്തുക്കളെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. നീ എൻ്റെ പോയി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ശ്രീയിലേക്ക് പോകാനാണ് വിചാരിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ വരികയെ എന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ഹോട്ടൽ അനുരാഗത്തിലേക്ക് പോകാണ്. ശ്രീ അനുരാഗം. കഴിഞ്ഞ IFFK കാണാൻ വന്ന സമയത്ത് ഞാൻ അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇപ്രാവശ്യം എൻ്റെ ആളാന്ന് വിചാരിക്കുന്നു. അവിടെ പാർട്ടിയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ നല്ല ഫുഡാണ് കേട്ടോ. അപ്പൊ എന്തായാലും സമയമുണ്ട്. ഇനി നമുക്കൊരു 2 മണിക്കൂറിനകത്ത് അടുത്ത ഷോയ്ക്ക് സമയമുണ്ട്. ഓൾമോസ്റ്റ് 2 മണിക്കൂറുണ്ട്. ഒരു ലഞ്ച് കഴിക്കാൻ സമയമുണ്ട്. അപ്പൊ അത് കഴിച്ചിട്ട് പോകാം. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വണ്ടി കയറിയ ശേഷം ഫുഡ് കഴിച്ച ശേഷം നമുക്ക് പറയാം. ഓക്കെ, നമ്മള് ആഹാരമൊക്കെ കഴിച്ചു. റെസ്റ്റോറൻറ്റിൽ പതിയെ ഇറങ്ങുകയാണ്. അടിപൊളി വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. വെജ് ഫുഡ് പ്രിഫർ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും ഇവിടെ വന്ന് കഴിക്കാവുന്നതാണ്. താങ്ക് യു.
ഏരീസിൽ നിന്ന് ഒരു 250 മീറ്റർ മാത്രം അകലെയാണ് ശ്രീ അരുണകം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടുത്തെ ചേച്ചിയെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. ഇപ്രാവശ്യം ചേച്ചി ഉണ്ടായിരുന്നു. പക്ഷെ ചേച്ചിയുടെ ഒരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. ചേച്ചിയുടെ പേര് പോലും എനിക്കറിയുന്ന. പക്ഷെ വളരെ സന്തോഷത്തോടെയാണ് ചേച്ചി ഭക്ഷണം വിളമ്പിത്തരുന്നത്. അത് തന്നെ നമ്മുടെ വയറും നിറയ്ക്കും. സത്യം പറഞ്ഞാൽ വയറും മനസ്സും നിറയ്ക്കും എന്ന് പറയുന്നതാണ് ശരി. ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് ഉണ്ട്. നമ്മുടെ മൈൻഡിൻ്റെ വോളണ്ടിയറിംഗ് ആയ കൂട്ടുകാരാണ് കഴിയുന്നത് എന്നോടൊപ്പം എപ്പോഴും വരുന്നത്. അപ്പോൾ അവർക്ക് ഇത്തരം വീഴ്ചകൾ ഇറക്കിയും കയറ്റിയൊക്കെ പരിചയമുള്ളത് കൊണ്ട് ശരിക്കും വരെ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു എന്ന് പറയുന്നതാണ് സത്യം. നമ്മൾ കൈതറിയിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് 3 മിനിറ്റുകൾ 100 മീറ്റർ ടു നൈറ്റ് അൺനോൺ എന്ന് പറയുന്ന സിനിമയാണ് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യത്തെ സിനിമ മനോഹരം. ഏറ്റവും സിമ്പിളായിട്ട് പറയാണ്, ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞിരുന്നുണ്ട്. ഏറ്റവും അൺനോൺ എങ്ങനെയുണ്ട് എന്നുള്ളത് കണ്ട ശേഷം അത് പറയാം. നോക്കാം എന്തായാലും. ഓക്കെ, നമ്മുടെ കൈതറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കൈതറി, ദേവാശ്രീ ഈ 3 തിയേറ്ററുകളുടെ കോംപ്ലക്സ് ആണ് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള തിയേറ്റർ കോംപ്ലക്സ്. അവിടെ ശ്രീയിലാണ് നൈറ്റ് അൺനോൺ കാണാൻ പോകുന്നത്. എനിക്ക് ഇവിടെ കണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത് റാമ്പിന്റെ കാര്യമാണ്. വളരെ കൃത്യമായ അളവ് ചെയ്ത റാമ്പാണ് വിടുന്നത്. സാധാരണ റാമ്പുകൾ കുത്തനെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ ശ്രീയുടെ കൈതറിയുടെ റാമ്പ് എന്ന് പറയുന്നത് കൃത്യമായ അളവ് ചെയ്ത ഒരു റാമ്പാണ്. കേരള ഗവൺമെന്റിന്റെ ആകാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ IFFK പോലെയുള്ള വേദികളിലേക്ക് എത്തുമ്പോഴാണ് ഇത്രയും മലയാളികൾ സിനിമയെ ആഴത്തിൽ സ്നേഹിക്കുന്നു, ഇത്രയും ഗൗരവത്തോടെ സിനിമയെ സമീപിക്കുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിക്കും കഴിഞ്ഞ IFFK എനിക്കൊരു ഭയങ്കര ഐ ഓപ്പണിംഗ് ആയിരുന്നു. കാരണം ഇത്രയും വൈഡായിട്ടൊരു പബ്ലിക് ഇൻവോൾവ്മെന്റ് ഇവിടെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞാല് കുറച്ചൊക്കെ സന്തോഷവും ഒരുപാട് അഭിമാനവും തരുന്ന ഒരു കാര്യമാണ്. ഏരീസിൽ ഉണ്ടായ അനുഭവം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. ശ്രീയിലും ശ്രീക്ക് അദ്ദേഹം കയറുമ്പോൾ ഒരു ചെറിയ സ്റ്റെപ്പ് ഉണ്ട്. പക്ഷെ അത് മാനേജബിൾ ആണ്. എങ്കിലും എനിക്ക് അതങ്ങോട്ട് മനസ്സിലാകാത്തൊരു കാര്യമാണ്. നമ്മൾ റാമ്പ് ഉണ്ടാക്കുന്നു, ലിഫ്റ്റ് ഉണ്ടാക്കുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ അത് ഒരു ഇൻകംപ്ലീറ്റ്നെസ് പലപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ പറയുന്നേ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്ന് പറയുന്ന സാധനം അത് പലപ്പോഴും എനിക്ക് ഇത്തരം കാര്യങ്ങൾ തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയുന്നത് നമ്മുടെ എപ്പോഴും പറയുന്നത് പോലെ ബ്യൂറോക്രസിയുടെ ഒരു അനഭാവമാകാം, അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾ ഇങ്ങനെ മതി എന്ന് തീരുമാനിച്ചതുകൊണ്ടാകാം. എനിക്കറിയാം സത്യം പറഞ്ഞാൽ പലപ്പോഴും സങ്കടം ഉണ്ടാകാറുണ്ട്, വിഷമം ഉണ്ടാകാറുണ്ട്. എനിക്കിത് മാനേജബിൾ ആണ്. പക്ഷെ എന്നെപ്പോലെ വേറൊരാൾ വന്നു കഴിഞ്ഞാൽ അവര് ശരിക്കും പറഞ്ഞാൽ വന്നാതെ ബുദ്ധിമുട്ടും. ഇവിടെ വന്നപ്പോൾ ഞാനൊരു മോനെ കണ്ടു. സിദ്ധാർത്ഥ് മാവേലിക്കരക്കാരനാണ്. IFFK വോളണ്ടിയറായിട്ട് വരുന്നു. അതേ നല്ല കുട്ടിയാണ് കേട്ടോ. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പുറത്ത് വരുന്നത് വരെ സിദ്ധാർത്ഥ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ശരിക്കും സിദ്ധാർത്ഥ പോകുന്ന ചെറുപ്പക്കാർ തന്നെ ഒരു ധൈര്യം ഭയങ്കര വലുതാണ്. അത് കഴിഞ്ഞ് മധുഭൂമി ഓൺലൈനിന് വേണ്ടിയിട്ട് ഒരു ബൈക്ക് എന്നോട് ചോദിച്ചു. അവർ ഏറെ കൊടുത്തു. ഞാനിപ്പോ സംസാരിച്ച ആക്സസിബിലിറ്റിയുടെ ഒരു അപര്യാപ്തത അല്ലെങ്കിൽ നമ്മളിവിടെ ഫേസ് ചെയ്യുന്ന ചലഞ്ച് ഒക്കെ തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞത്. ഏകദേശം ഒരു 4-5 മിനിറ്റോട് അവരോട് സംസാരിച്ചു. അത് ഡീപ്പായിട്ട് തന്നെ സംസാരിക്കാൻ പറ്റി. വലിയ തുടക്കത്തിലേ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ എടുക്കുന്ന സാധനം നിങ്ങൾ കട്ട് ചെയ്തത് പൂർണ്ണമായിട്ടും വരണം എന്നുള്ളത് പറഞ്ഞിരുന്നു. അങ്ങനെ ശ്രീയിൽ നിന്ന് ഇറങ്ങാണ്. തിരിച്ച് ടാഗോറിലേക്ക് പോകണം.
കൈതറി നീള ശ്രീ ടാഗോർ. ഇത് 4 പേരാണ് IFFKയുടെ ഒരു പ്രധാന വേദി എന്ന് പറയുന്നത്. പദ്ധതി നമ്മൾ ഏകദേശം ഷെയ്ഡും സിനിമ കണ്ടു. ടാഗോറിലേക്ക് പോകാണ്. പക്ഷെ ഇവിടെ സിനിമ കാണുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാന്നാണ് വിചാരിക്കുന്നത്. സാബിത്ത്, ബൈ. ഇത് സാബിത്ത് മാതൃഭൂമിയുടെ റിപ്പോർട്ടറാണ്. അപ്പൊ നമ്മൾ ടാഗോറിലേക്ക് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഷോഡി ഒന്ന് കട്ടായി പോയതുകൊണ്ട് അത് ക്ലിയർ ആയിരുന്നു. ഒന്നുകൂടി പറയണം. നമ്മളിപ്പോൾ കണ്ടിട്ടിറങ്ങിയ സിനിമ ലാൻഡ് അൺനോൺ എന്ന് പറയുന്ന ഒരു അറബിക് ഇംഗ്ലീഷ് മൂവിയാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് മൈഗ്രേഷന് വേണ്ടി യൂറോപ്പിലേക്ക് വരുന്ന കുറച്ച് യുവാക്കളുടെ കഥയാണ് സിനിമ എന്ന് പറയുന്നത്. ആക്ച്വലി ഇന്ന് നമ്മുടെ മൈഗ്രേഷൻ ഏറ്റവും അധികം നമ്മൾ കാണുന്ന ഒരു ഭാഗമാണ് യമൻ, സിറിയ, പാലസ്തീനിയൻ എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ഗ്രീസ് വഴി യൂറോപ്പിലേക്ക് പോകുന്ന ജർമ്മനി, പ്രത്യേകിച്ച് ജർമ്മനി ഏറ്റവും അധികം മൈഗ്രേഷനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ജർമ്മനി. അതിൻ്റെ പോലെ ഒരുപാട് ചരിത്രമൊക്കെ ഉണ്ട്. അത് നമുക്ക് പിന്നീട് പറയാമെങ്കിലും. അപ്പോൾ അദ്ദേഹം പോകുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ കഥയും സർവൈവൽ എന്ന് പറയുന്ന ഒന്ന് മാത്രമാകുന്ന സമയത്ത് അവര് പല ഭൂമികളും ജീവിതത്തിൽ നിന്ന് നഷ്ടമാകുന്നതും ഒക്കെയാണ് ആ ഒരു സിനിമയിൽ പറയുന്നത്. ഒരു ഹാർട്ട് ടച്ച് ചെയ്യുന്ന മൂവിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ടാഗോറിന്റെ നമുക്ക് സിനിമ കാണാൻ സമയമുണ്ട്. ഇനി ടാഗോറിന്റെ ഷോ അതേ കാണുന്നതാണ്. നമ്മൾ അത് കഴിയുമ്പോൾ 8 മണിയാകും. പിന്നെ ഭക്ഷണം കഴിച്ച് വീട്ടിലെത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആകുന്നുള്ളത് കൊണ്ട് ടാഗോറിൽ ഒന്ന് കയറി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. ബാക്കി കാഴ്ചകൾ ടാഗോറിൽ ചെന്നിട്ട്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ പ്രധാന വേദി എന്ന് പറയുന്നത് ടാഗോറാണ്. ഇവിടെയാണ് നമ്മുടെ ഇനോഗ്രേഷൻ പ്രോഗ്രാമൊക്കെ നടന്നത്. 1965 രവീന്ദ്രനാഥ ടാഗോറിൻ്റെ 100ാമത്തെ ജന്മദിനത്തിലാണ് ഈ ഒരു സ്പേസ് ഓപ്പൺ ചെയ്യുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ എനിക്ക് തോന്നുന്നു PRDയുടെ കീഴിലുള്ള ഒരു തിയേറ്ററാണ്. 95 ഇത് റിനോവേറ്റ് ചെയ്തു. അന്ന് തൊട്ട് അതിനുശേഷം IFFKയുടെ പ്രധാന വേദി ഇതാണ്. അദ്ദേഹം നമ്മളെ കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, സംസാരിച്ചു വന്നപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം മനോരമയുടെ ഒരു റിപ്പോർട്ടാണ്. അദ്ദേഹം കുറച്ച് ഫോട്ടോസൊക്കെ പുള്ളിയുടെ മൊബൈൽ എടുത്തിരുന്നു. ഇങ്ങനെ പോകുന്ന വഴിക്ക് പലരെയും കാണും, സംസാരിക്കും ഒക്കെ ചെയ്യും. പലർക്കും ഞാനെന്ന വ്യക്തിക്ക് അപ്പുറത്തേക്ക് എൻ്റെ വീഴ്ചയൊരു അത്ഭുതമാണ്. കാരണം നമ്മൾ വീഴ്ചയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പോകുന്നു, കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ്. കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, ചോദിക്കും. ഇത് IFFKയുടെ ഒരു ഗാലറിയാണ്. നമ്മുടെ പ്രശസ്ത സംവിധായകൻ രാജീവ് കുമാറാണ് ഇതിൻ്റെ ക്യൂറേറ്റർ. അതൊക്കെ പ്രശസ്ത സംവിധായകരും അവരുടെ ചിത്രങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുള്ള പല ചിത്രങ്ങളും ഇതേപോലെ കാണാം. ജോൺ അബ്രഹാമുണ്ട്, രവീന്ദ്രനുണ്ട്, അങ്ങനെ പല ലെജൻഡറിയായ മലയാള സംവിധായകരെയും നമുക്ക് ഉദാഹരണം ലോക സംവിധായകരെ കാണാം. പലരെയും നമുക്ക് കാണാൻ പറ്റും. അവരുടെ വർക്കുകൾ കാണാൻ പറ്റും. ചാർലി ചാപ്ലിനെ കണ്ടു, പലരെയും കണ്ടു. നമ്മുടെ ഹിച്ച്കോക്കിൻ്റെ കണ്ടു, പല സിനിമകളുടെയും വർക്കുകൾ നമ്മൾ കണ്ടു. അവരുടെ ലെജൻസിനെ നമുക്ക് കുറച്ച് അടുത്തറിയാൻ പറ്റി. അതൊന്ന് ഇറങ്ങി ഇങ്ങനെ മുമ്പോട്ട് പോകും. പോകുന്ന സമയത്ത് ഇങ്ങനെ വർത്തമാനം പറഞ്ഞൊക്കെയാണ് പോകുന്നത്. 95 ശേഷമാണ് ടാഗോർ IFFKയുടെ ഒരു പ്രധാന വേദിയായിട്ട് മാറുന്നത്. വൈകുന്നേരങ്ങളൊന്ന് രസമാണ്. ഞാൻ പറഞ്ഞ 3ാമത്തെ കാറ്റഗറിയാണ് വൈബരിക്കാൻ വരുന്ന നമുക്ക്. വൈബരിക്കുക എന്ന് പറയുന്ന കുറ്റമായിട്ടാണ് ഞാൻ പറയുന്നത്. അത്ര ആളുകൾ ഏറ്റവും അധികം ഇവിടെ വരുന്നത് വൈകുന്നേരമാണ്. കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റും, സുഹൃത്തുക്കളെ കാണാൻ പറ്റും. IFFKയുടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് സിനിമ പോലെ തന്നെ സൗഹൃദങ്ങളെയും കണ്ടുമുട്ടുന്നതാണ്. ഇദ്ദേഹത്തെ ഞാൻ കോഴിക്കോട് വെച്ചൊരു ടോക്കിന് പോയപ്പോൾ
പരിചയപ്പെട്ടതാണ്. അപ്പൊ ഇന്ന് വീണ്ടും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടു, സംസാരിച്ചു. നമുക്കറിയാത്ത, നമ്മളെ അറിയുന്ന ഒരുപാട് പേരെയും ഇത്തരം വേദികളിൽ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ സിനിമ എന്നൊരുപരിയായിട്ട് ഇത്തരം സ്പേസുകൾ തരുന്ന ഒരു സൗഹൃദത്തിന് ആഴമുണ്ട്. ഇങ്ങനെ പോകുന്ന അദ്ദേഹം സിബിസാറിനെ കണ്ടു, അദ്ദേഹത്തോട് സംസാരിച്ചു, ഒരു ഫോട്ടോ എടുത്തു. അതും മറ്റൊരു സന്തോഷം. എത്രയോ സിനിമകൾ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. ദശരഥം, ദശരഥ റഹ്മാൻ സിനിമ ക്ലാസിക്കാണ്. കാലത്തിനു മുന്നേ പിറന്ന സിനിമ എന്നൊക്കെ പറയുന്ന ഒരു സിനിമയാണ്. അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു, ഞാൻ നിങ്ങളുടെ ഒരു ഡൈഹാർഡ് ഫാനാണ്, ദശരഥം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണ് എന്നൊക്കെ. അദ്ദേഹത്തിന് അവസാനം വരെ കൊത്തുവരെ ഞാൻ കണ്ടതാണ്. എന്തുകൊണ്ടോ ആ സിനിമ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടാതെ പോയി. മികച്ച സിനിമയായിരുന്നു. എന്തുകൊണ്ടോ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാതെ പോയി. അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു, കുറച്ചു നേരം സംസാരിച്ച ശേഷം ഫോട്ടോ ഒക്കെ എടുത്ത് പോയി. പിന്നെ കുറച്ചു നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. മുമ്പോട്ട് പോയി പല കാഴ്ചകൾ കണ്ടു, ഒരു ചായ കുടിച്ചു, കുട്ടികളെ കുറച്ച് പാനിപ്പൂരി കഴിച്ചു. മറ്റൊരു പ്രത്യേകത ഹമസാറിനെ കണ്ടു എന്നുള്ളതാണ്. ഹമസാറുമായിട്ടും കുറച്ച് നേരം സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു പോയി. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്ന നേരത്തെ പറഞ്ഞതുപോലെ പല സൗഹൃദങ്ങളുണ്ട്. അവർക്കും അതൊരു സന്തോഷമാണ്, നമുക്കും അതൊരു സന്തോഷമാണ്. ഇത് സിറാജ് എന്ന് പറയുന്ന സുഹൃത്താണ്. അദ്ദേഹത്തെ കണ്ടു, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമ്മുടെ ഫിലിം ആക്ടർ വിഷ്ണുവിൻ്റെ കൃഷ്ണൻ വന്നു. വിഷ്ണുവിനോട് സംസാരിച്ചു. വിഷ്ണുവിനെ ഒരു 2 വർഷം മുൻപ് നമുക്കൊരു ഒരുമിച്ചൊരു പ്രോഗ്രാമിൽ വെച്ച് കണ്ട് പരിചയം. വിഷ്ണുവിൻ്റെ ഒരു സിനിമ ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്, AFFKയിൽ വരുന്നുണ്ട്, AFFKയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പം ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞു, ഞാൻ അറിഞ്ഞിരുന്നില്ല, അപ്പം അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കണ്ടായിരുന്നു പറഞ്ഞു. മൊത്തത്തിൽ അത് OTT വരുന്ന സമയത്ത് എന്നോട് പറയാം, അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം പറയണം എന്നൊക്കെ പറഞ്ഞു. കുറേ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളെ നമുക്ക് ഇവിടെ വെച്ച് കാണാൻ പറ്റി. ചിലർ നമ്മളെ തോന്നിയെന്ന് വർത്താനം പറയും. അപ്പോൾ അവരോടൊക്കെ ഒരു ഫോട്ടോ എടുത്തു. ടെലിവിഷൻ പ്രവർത്തകര് വരും, അവരുടെ ഒരു ബൈറ്റ്സ് ചോദിക്കും. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ വീൽ ചെയർ എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. അത് കാരണം അവരെ കാണുന്നുണ്ട് ഇത്തരം മനുഷ്യന്മാര് ഇതേപോലെയുള്ള സ്പേസുകളിലേക്ക് പോകുന്നത് എന്നതുകൊണ്ടാണത്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മുടെ എൻവയൺമെന്റുകൾ സൗഹൃദമായാൽ ഈ കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യന്മാർക്ക് ഇത്ര സ്പേസുകളിലേക്ക് എത്താൻ പറ്റും. ഇപ്പം മാതൃഭൂമിയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് അവർ ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് എൻട്രി ഫ്രീ ആക്കിയിട്ടുണ്ട്. അത് ഭയങ്കര കുറേയൊക്കെ നമ്മൾ അവരോട് സംസാരിച്ച് ചെയ്തൊരു കാര്യമാണ്. അതേപോലെ തന്നെ സൈൻ ലാംഗ്വേജിൻ്റെ ഒരു സപ്പോർട്ട് ഹിയറിംഗ് ഡിസബിലിറ്റി ഉള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ശ്രദ്ധിച്ചും കാഴ്ച കണ്ടും പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമൃത TVയുടെ റിപ്പോർട്ട് വന്നിട്ട് നേരത്തെ പറഞ്ഞ ബൈറ്റ്സ് ചോദിക്കുന്നത്. അപ്പോൾ അവരെ ആരും ചിന്തിച്ചത് നമ്മൾ വെറുതെ വന്നു പോയി എന്നുള്ളതാണ്. പക്ഷേ കണ്ട സിനിമയെക്കുറിച്ചും ആ സിനിമയുടെ വിഷയത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ കുറച്ചവർക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ സിനിമ കുറച്ചൊക്കെ കാണുന്ന ഒരാളാണ്, സിനിമയെക്കുറിച്ച് ഗൗരവത്തോടെ കാണുന്ന ഒരാളാണ് എന്ന്. അപ്പം ഓരോരോ എല്ലാം അനുഭവങ്ങളാണ്. നമ്മള് ഡാഗോലിൽ നിന്നാണെങ്കിൽ ഇന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നു, നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മള് സംസപ്പിലേക്ക് പോവാണ്. ബാക്കി വിശേഷങ്ങൾ ഒക്കെ ഒരുപാട് വണ്ടികളും ഒരുപാട് ലൈറ്റുകളും ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ പ്രിയപ്പെട്ട തെരേസ, നമ്മളതിൻ്റെ കാത്തിരിപ്പുണ്ട് എക്സിറ്റില്. തെരേസയുടെ പിക്ക് ചെയ്ത് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാൻ. ഒരു ശരിക്കും പറഞ്ഞാല് ഇവിടുത്തെ ജനബാഹുല്യം എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. അമേസിങ്.
തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ കുറച്ച് പ്രിഫർ ചെയ്യുന്ന സ്ഥലം കുറച്ചാണ് മിക്കവാറും പ്രിഫർ ചെയ്യുന്നത് സംസമാണ്. ഒന്ന് അധികം ബുദ്ധിമുട്ടില്ലാതെ അകത്ത് കയറാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണത്. ഒരു ചെറിയ സ്റ്റെപ്പേ ഉള്ളൂ. രണ്ട് എല്ലാത്തരം ഭക്ഷണങ്ങളും ഇവിടെ കിട്ടും. വെജ് വേണ്ടവർക്ക് വെജ് ഐറ്റംസ്, വെറൈറ്റി വെജ് ഐറ്റംസ്, നോൺ വെജ് വേണ്ടവർക്ക് അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് സംസം എന്ന് പറയുന്നത്. നമ്മള് ഫുഡ് കഴിച്ചു സംസമീന്ന്. നല്ല ക്രൗഡാണ്. നമ്മുടെ പതി ഏതാനാണ് കേട്ടോ. നമ്മള് സംസമിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മണി 9 ഇത് 2 മണിക്കൂറിലെ യാത്രയുണ്ട്. 3 മണിക്കൂർ വീട്ടിലേക്ക്. അപ്പോൾ ഒരു 12 മണിയോടുകൂടി വീട്ടിൽ എത്തും. പിന്നെ നല്ലൊരു ദിവസം, മനോഹരമായ ദിവസം. സോ അടുത്ത വീഡിയോയുമായി അധികം വൈകാതെ കാണാം. വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം. Bye bye.